എന്താ എഴുതി തീർന്നില്ലേ? 1 മണിക്കൂറായല്ലോ തുടങ്ങിയിട്ട്. എഴുതിയാലും തീരില്ലേ? ബാക്കി എന്തും തീരും, പക്ഷേ ഇതങ്ങനെ തീരില്ല. കാരണം ഇത് നിന്റെ മകന് മാസാമാസം അയച്ചു കൊടുക്കുന്ന കാശിന്റെ കണക്കാ. ഏത് നേരവും അവനെ കുറ്റം പറയാനല്ലേ നിങ്ങൾക്ക് തോന്നാറുള്ളൂ? കുറ്റങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. ഈ മാസം അവൻ എത്ര രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? എനിക്കറിയണ്ട. നീയും അറിയണം. നീ അവന്റെ അമ്മയിൽ. ഇത് നോക്കിയേ, 2500 രൂപ ഇതിനകം അയച്ചു കഴിഞ്ഞു. അതുകൂടാതെ ഇന്നത്തെ ലെറ്റർ 300 രൂപയ്ക്ക്. ശരി, അയച്ചു കൊടുക്കാം. പഠിച്ചൊന്ന് പാസ്സായി വന്നാ മതിയായിരുന്നു. ഇത് മഹത്തായ 7ാമത്തെ വർഷമാ പഠനം തുടരുന്നത്. എന്ന് പറഞ്ഞ ബേബിയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അവൻ എഴുതാറുണ്ടല്ലോ. അവന് പഠിക്കാൻ നേരമില്ല, കളിക്കാനേ നേരമുള്ളെന്ന്. എടി, അവന് കളിക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു കോട്ടുണ്ടാക്കി കൊടുക്കുമായിരുന്നല്ലോ. എന്തിനാ അവൻ ഇത്ര പാടുപെട്ട് മെഡിക്കൽ കോളേജിൽ പോയി ബുദ്ധിമുട്ടുന്നത്? നിന്നെ പോലെയുള്ള അമ്മ തന്നെ അവന് ആവശ്യം. എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാമല്ലോ. എന്തെങ്കിലും ആട്ടെ, ആണും പെണ്ണുമായിട്ട് ഒന്നല്ലേ ഉള്ളൂ. അത് രക്ഷയായി. ഇത്തരത്തിലുള്ള സാധനം ഒന്നും മതിയല്ലോ. കിടന്നുറങ്ങാൻ നോക്കിയട്ടെ. ഏത് നേരം അവന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പാട്ട് കുറച്ച് ബോറായി പോയി ഗണേഷ്. ഡോക്ടർമാർക്ക് ഇങ്ങനെ ഒരു പക വേണോ? സംഭവം ഇത്ര ബോറായി പോകുന്ന ഞാനും കരുതിയില്ല. ഏതായാലും പ്രിൻസിപ്പൽ സസ്പെൻഷൻ ചെയ്ത് രക്ഷപ്പെട്ടു. ഗണേഷിനോട് ചോദിക്കാതെ ഗണേഷിന്റെ വീട്ട് അഡ്രസ് ഞാൻ ഒരാൾക്ക് കൊടുത്തു. ആർക്ക്? സുജാതയ്ക്ക്. പാടുന്നു വെച്ചു. ആ കുട്ടിക്ക് എന്തിനാ എന്റെ അഡ്രസ്? ആർക്കറിയാം? ഇന്നത്തെ ശത്രുക്കൾ നാളത്തെ മിത്രങ്ങളല്ലേ. ഗണേഷിന് അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നീ എന്താ ഇന്ന് പതിവില്ലാതെ കുളിച്ച് അമ്പലത്തിൽ പോയ മട്ടുണ്ടല്ലോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയാമോ? എന്താ? നീ തന്നെ പറ. നമ്മുടെ ബേബിയുടെ പിറന്നാളാ. ഓ, അത് ശരി. മകന്റെ പിറന്നാളിന് അമ്മ അമ്പലത്തിൽ പോയാൽ മതിയോ? ആട്ടെ, അമ്പലത്തിൽ പോയിട്ട് എന്തൊക്കെ പ്രാർത്ഥിച്ചു? അവന് നല്ല ബുദ്ധി തോന്നണേന്ന് പ്രാർത്ഥിച്ചു. നല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ അവന് കല്യാണം കഴിക്കാൻ തോന്നണേന്നല്ലേ? അവൻ അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ എനിക്കൊരു മാസം 2000 രൂപ ലാഭമായേനെ. ഏതായാലും നാളെ മുതൽ ഞാനും ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. വല്ല ഗുണമുണ്ടോന്ന് നോക്കട്ടെ. നീ ഇതൊന്ന് പൊട്ടിച്ച് വായിച്ചേ. എനിക്ക് കണ്ണട വേണം. പ്രിയപ്പെട്ട ശ്രീ പി.കെ. നായർ സാറിന്, ഈ കത്തെഴുതുന്ന എന്നെ അങ്ങേക്കറിയുകയില്ല, പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ അത്യന്തം വിഷമത്തോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അങ്ങയുടെ മകനെന്ന നിലയിൽ ഗണേശ് എന്ന് പേരുള്ള ഒരു നീചൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത് വാസ്തവമാണല്ലോ. നീ എന്താ നിർത്തിക്കളഞ്ഞത്? എനിക്ക് വയ്യ വേണ്ടാത്തൊക്കെ വായിക്കാൻ. വേണ്ടാത്തതോ? നിന്റെ മോൻ ആരോ അറിഞ്ഞ് പിറന്നാൾ സമ്മാനം അയച്ചിരിക്കുന്നെന്നാ തോന്നുന്നത്. ആട്ടെ, ആരാ എഴുതിയിരിക്കുന്നതെന്ന് കത്തിന്റെ അവസാനം നോക്കി. അനുഭവസ്ഥ. ആർക്കറിയാം? അവനോട് അസൂയുള്ളവരാരും എഴുതി അയച്ചിരിക്കുന്നതാ. ബേബിയുടമ്മേ, ബേബിയുടമ്മേ, എന്താ കാര്യം? നീ ഗൗരവപ്പെടാതെ ഇരിക്കേ. കത്തത്ര നിസ്സാരമൊന്നുമല്ല, വളരെ കാര്യമാത്ര പ്രസക്തമാണ്. നമുക്ക് അവനെ വിളിച്ചൊന്ന് ചോദിച്ചാൽ എന്തെന്നാ എന്റെ അഭിപ്രായം. ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് സംസാരിക്കാൻ സൂക്ഷിച്ചു വേണം കേട്ടോ. അവൻ വലിയ അഭിമാനിയാൻ പറഞ്ഞേക്കാം. അല്ല, അവന്റെ അഭിമാനത്തിന്റെ കാര്യമൊക്കെ ഈ കത്തിലുണ്ട്. ഏതായാലും അവനെ വിളിക്കാൻ ഞാൻ ഡ്രൈവറെ അയക്കാൻ പോവാ. ഒരു കണക്കിന് കത്ത് ഇന്ന് വന്നത് നന്നായി. പിറന്നാളായിട്ട് നിനക്ക് മോനെ ഒന്ന് കാണാമല്ലോ. ആകെ തണുത്തു. ഞാൻ വേറെ കൊണ്ടുതരാം. അതെങ്ങനെ കൊണ്ടു തന്ന ഉടനെ കുടിച്ചെങ്കിലല്ലേ? എന്താ രാഘവ ഇത്ര അത്യാവശ്യമായിട്ട്? അച്ഛന് വലുതും അങ്ങനെ വിശേഷമൊന്നുമില്ല. അച്ഛൻ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു.
എന്താ അച്ഛാ ഇത്ര അത്യാവശ്യമായിട്ട്? നിന്നെ ഒന്ന് കാണാമെന്ന് കരുതി. പോരെങ്കിൽ നിന്റെ അമ്മ പറഞ്ഞു ഇന്ന് നിന്റെ പിറന്നാളാണെന്ന്. എന്നാൽ നിന്റെ കൂടെ ഇരുന്ന് ഉണ്ണാമെന്ന് വിചാരിച്ചു. നീ ഇരിക്കെ. ഇന്നെന്റെ പിറന്നാളാണോ? ഞാൻ അറിഞ്ഞില്ല. നീ ഒന്നും അറിയുന്നില്ലല്ലോ. ആട്ടെ, ഇന്ന് നിന്റെ പിറന്നാളാണെന്ന് അവിടെ ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. എന്താ? അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. നിന്നെ അറിയാവുന്ന ആരോ ഒരാൾ അവിടെയുണ്ട്. അയാൾ നിനക്കായി ഒരു മംഗളാശംസ എഴുതി അയച്ചിട്ടുമുണ്ട്. എഴുതി അയച്ചു? ആ. എവിടെ? കത്ത് തരാം. പക്ഷേ ഒരു വ്യവസ്ഥ. ഉറക്കെ നിർത്താതെ എനിക്ക് കേൾക്കത്തക്ക വിധത്തിൽ വായിക്കണം. പ്രിയപ്പെട്ട ശ്രീ പി കെ നായർ സാറിന് ഈ കത്തെഴുതുന്ന എന്നെ അങ്ങേക്ക് അറിയുകയില്ല, പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ അത്യന്തം വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അങ്ങയുടെ മകൻ എന്ന നിലയിൽ ഗണേഷ് എന്ന് പേരുള്ള ഒരു നീചൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത് വാസ്തവമാണല്ലോ. അഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ. എങ്ങനെയുണ്ട് മംഗളപത്രം? അല്ല, അച്ഛനത് വിശ്വസിച്ചോ? ഏയ്, ഞാൻ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്, വിശ്വസിക്കണോന്ന് അറിയാൻ. ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് ആരോ എന്നെ പറ്റിക്കാൻ എഴുതിയതാ. അല്ല, ഇങ്ങനെ ഒരു കത്ത് വന്നിരുന്നുവെന്ന് നീ അറിഞ്ഞാ മതി. മോൻ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. കണ്ടോ, എന്റെ മോൻ ആകെ അങ്ങ് ക്ഷീണിച്ചു. രാവും പകലും ഇല്ലാണ്ട് പഠിക്കുന്നോണ്ടായിരിക്കും. അബദ്ധം പറയാതിരിക്കെ. അവൻ രാവും പകലും ഇല്ലാതെ കളിക്കുകയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നീ വാ മോനെ, കുളിച്ചു വല്ലതും കഴിക്ക്. അവൻ വന്ന് കേറിയില്ല, അതിനു മുമ്പേ തുടങ്ങി. ഗണേഷിനോട് ചോദിക്കാതെ ഗണേഷിന്റെ വീട്ട് അഡ്രസ് ഞാൻ ഒരാൾക്ക് കൊടുത്തു. ആർക്ക്? സുജാതയ്ക്ക്. എന്താ ഗണേഷ്, എന്താ കാര്യം? സുജാത ക്ലാസ്സിലുണ്ടായിരുന്നു. ഞാനിങ്ങോട്ട് പോരുമ്പോ ലൈബ്രറിയിലുണ്ടായിരുന്നല്ലോ. വാട്ട്സ് പ്രോബ്ലം? ഒന്നുമില്ല. എക്സ്പെക്ട് കേട്ടോ അത് വരുമെന്ന്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു. മാഡം ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അത്. ആ ഞാൻ നോക്കാനി സാരല്ലടി. അനുഭവസ്ഥേ നിൽക്കാൻ. കത്ത് ഞാൻ വായിച്ചു. ഇത്ര നല്ല സാഹിത്യം കയ്യിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല. താനെന്താ എഴുതി കൈയക്ഷരം നന്നാക്കിയോ? എന്താ ഈ പറയുന്നത്? ഞാൻ പോട്ടെ. പോകാൻ വരട്ടെ. എന്റെ കൈവിടാൻ. വിടാനല്ലല്ലോ പിടിച്ചത്. താൻ കരുതി തന്റെ ഈ മിണ്ടാപ്പൂച്ച അഭിനയം കൊണ്ട് എന്നെ വിഡ്ഢിയാക്കാമെന്ന്. പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇത്തരം വാശി അപകടമാണ്. സുജാതെ, നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. എന്നെ ഡിസ്മിസ് ചെയ്തു. അറിഞ്ഞു കാണില്ലല്ലോ. വിശ്വാസമായില്ലെങ്കിൽ ഇതാ ഓർഡർ. എന്നെ ഡിസ്മിസ് ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ മനപ്രയാസമൊന്നുമില്ല. ഒരു ചെറിയ അസൗകര്യം ഉണ്ടെന്ന് മാത്രം. ഹോസ്റ്റലിലെ മുറി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. എനിക്കും പണ്ടേ ലോഡ്ജിൽ താമസിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ കയ്യിൽ ബലമായി അമർത്തിപ്പിടിച്ചപ്പോൾ 3-4 വളകൾ പൊട്ടിപ്പോയെന്നാണ് എന്റെ ഓർമ്മ. എനിക്കതിൽ വിഷമം. പക്ഷെ എന്നെ പരസ്യമായി തല്ലി ഈ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് പറഞ്ഞയച്ചിട്ട് പഠിത്തം പൂർത്തിയാക്കി ഡോക്ടറായി പോകാമെന്നൊന്നും കുട്ടി ധരിക്കണ്ട. താനിവിടെ പഠിത്തം പൂർത്തിയാക്കില്ല. അത് പറയാനാണ് ഞാൻ വന്നത്. വരട്ടെ. ഇതിത്തിരി കൂടുതലായി പോയി സുജി. നീ അയാളെ അടിക്കണ്ടായിരുന്നു. എത്രയായാലും ഗണേഷൊരാണല്ലേ. ഞാൻ മനഃപൂർവ്വം അടിച്ചതല്ല. അയാളെന്റെ കൈക്ക് കയറി പിടിച്ചപ്പോ ഞാൻ അറിയാതെ കൈ അങ്ങ് മുഖത്തിന് നേരെ വീശി. അതിനാ അടിയെന്ന് പറയുന്നതേ.
ഇനി അയാൾ എന്ത് കാണിക്കുമെന്നാ എന്റെ പേടി. കാര്യങ്ങൾ ഇങ്ങനെ കലാശിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ ആര് വിചാരിക്കും? പട്ടാപ്പകലൊരുത്തിന്റെ കവിളത്ത് ഒരു പെണ്ണടിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണോ? അടിച്ചതോ പോട്ടെ, അടിക്കാൻ വേറെ ഏതെല്ലാം ഭാഗങ്ങളുണ്ട്. ഈ കരണം എന്നൊക്കെ പറഞ്ഞ നിസ്സാരപ്പെട്ട സ്ഥലമാണോ? നമ്മുടെ കരണമാണേ പോട്ടെ, ഒരു വിലയില്ല കരണം. ഗണേഷിന്റെ കരണത്തൊക്കെ അടിക്കുക എന്ന് പറഞ്ഞ സംഭവിച്ചത് സംഭവിച്ചു എന്ന് കരുതി ഞാൻ മണ്ടനാണെന്ന് കരുതണ്ട. ഇന്നേക്ക് 3 മാസത്തിനകം സുജാതയുടെ മെഡിക്കൽ പഠനം തീർന്നിരിക്കും. എന്ന് വെച്ചാൽ അവളുടെ പഠിത്തം മതിയാക്കാനായി എന്തും ഞാൻ ചെയ്യും, എന്തും. കഴിഞ്ഞതൊക്കെ മറക്കൂ ഗണേഷ്. തെറ്റ് 2 ഭാഗത്തുമുണ്ട്. നമ്മൾ എന്തിനാ വെറുതെ അനാവശ്യമായ വൈരാഗ്യം വെച്ച് പെരുമാറുന്നത്? തന്റെ ഈ സംഗീത പ്രേമമൊക്കെ എനിക്കറിയാം. പക്ഷെ 3 മാസത്തിനുള്ളിൽ സുജാത വിദ്യാഭ്യാസം മതിയാക്കി പോയില്ലെങ്കിൽ ദേ എന്റെ ഈ മീശ ഉണ്ടല്ലോ, അത് വഴിച്ച് ഞാൻ തന്റെ മുമ്പിലൂടെ നടക്കും. ഹലോ, എന്താ സുജാതെ? എനിക്ക് പേടിയാവുന്നു പ്രിയേ. അയാൾ എന്നെ വല്ലതും ചെയ്താലോ? ഒന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്, കടന്നുറങ്ങും. മിനി, സുജാതയെ കാണുന്നില്ല. ഇതാ അവളുടെ എഴുത്ത്. പ്രിയയ്ക്ക് ഞാൻ പഠിത്തം മതിയാക്കി വീട്ടിലേക്ക് പോകുന്നു. ദയവായി എന്നെ അന്വേഷിച്ചു വരരുതെന്ന് മിനിയോട് പറയണം. എനിക്കാരെയും ഭയന്ന് ജീവിക്കാൻ വയ്യ. ഗണേഷിനെ കാണുമ്പോൾ എനിക്ക് വേണ്ടി മാപ്പ് പറയാൻ മറക്കരുതെന്ന് മിനിയെ ഓർമ്മിപ്പിക്കണം. ഞാനിവിടെ ചിലവഴിച്ച നല്ല ദിവസങ്ങളിലൂടെ എന്നും നിങ്ങളെ ഓർക്കും എന്ന് സുജാത. നിക്കടോ. എവിടെയോ സെക്രട്ടറി, തന്റെ ബോസ്? സുജാത പഠിത്തം നിർത്തിപ്പോയി. അവൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. താൻ എഴുതിയാ മതി, മാപ്പ് ഞാൻ കൈപ്പറ്റിയിട്ടില്ലാന്ന്. ഗണേഷ്, എന്താ വല്ലായിരിക്കുന്നത്? ഓ, സുജാത പഠിത്തം മതിയാക്കി പോയില്ലേ? എനിക്ക് ഇന്നാണ് ആ പെൺകുട്ടിയോട് ബഹുമാനം തോന്നുന്നത്. തനിക്ക് തരാനുള്ള വിഹിതം തന്ന് പഠിത്തം മതിയാക്കാൻ ആ കുട്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകും. ആ, ഒരു പെൺകുട്ടിയുടെ കൈകൊണ്ടുള്ള കരണത്തടി തരക്കേടില്ലാത്ത ബാങ്ക് ബാലൻസ് ആണ്. ചേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഞാൻ നീ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. അവളെ ഒരു ഡോക്ടറായി കാണണമെന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. എന്ന് കരുതി വിധി വേണ്ട ചേട്ടാ. അവളുടെ ജാതകത്തിൽ 20 വയസ്സിന് ശേഷം പഠിപ്പില്ലെന്ന് എഴുതിയിരിക്കുന്നു. ആ കണിയാൻ എഴുതിയിട്ടുള്ളതെല്ലാം അച്ചട്ടാ. നീ കണിയാനെയും ജാതകത്തിന്റെ ഒന്നും കാര്യമാക്കണ്ട. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ അവൾ മടങ്ങി പോവോ? ഇല്ല ചേട്ടാ, അവൾ എന്നോട് തീർത്തു പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഞാൻ ആ കൈമലോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് അവൾ ആരുടെയെങ്കിലും കൂടെ ഒന്ന് പറഞ്ഞയച്ചെങ്കിലേ എനിക്ക് സമാധാനമായി കിടന്നൊന്ന് ഉറങ്ങാൻ പറ്റൂ. ശരി, എന്നാ അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ അവളുടെ കോളേജ് വരെ ഒന്ന് പോയിട്ട് വരാം. ആ ഹോസ്റ്റലിലെ പണവും കൊടുത്ത് അവൾ അവിടെ ഇട്ട് പറന്നിട്ട് വന്ന സാധനങ്ങളും എല്ലാം എടുത്തോണ്ട് പോരാ. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു ഗണേഷ്. സത്യത്തിൽ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ. ആരെങ്കിലും കേട്ടാൽ കാർക്കിച്ച് തുപ്പും. പക്ഷേ സുജാത ഇങ്ങനെ ഒരു കത്തെഴുതിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരുന്നില്ല. ആ, അതൊക്കെ പോട്ടെ. ആ കുട്ടിയുടെ അമ്മാവൻ വന്നിട്ട് എന്ത് പറഞ്ഞു? ഇനി അവളെ പഠിക്കാൻ അയക്കുന്നില്ലെന്ന്. അവൾക്കും പഠിക്കാൻ തീരെ താല്പര്യമില്ലത്രേ. എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിച്ചയക്കണമെന്ന് അവരുടെ പ്ലാൻ. അതിനുള്ള ആലോചനകളും തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് പണ്ട് മുതൽക്കേ മെഡിസിൻ പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഒരു വിവാഹം കഴിഞ്ഞാൽ അവളുടെ കാര്യം സ്വസ്ഥമായി. പക്ഷെ ഗണേശനോ? എനിക്കെന്താ, ഒരു ചുക്കം സംഭവിക്കാനില്ല. എന്റെ പഠിത്തം നിർത്തിക്കിട്ടാൻ കാത്തിരിക്കുകയാണ് എന്റെ അച്ഛനും അമ്മയും. മോനെ, ബേബി, നീ എന്താ തുറച്ചു നോക്കുന്നേ?
മണി എത്രയെന്നോ നിന്റെ വിചാരം? അവിടെ എങ്ങനെയാണോ ഉറക്കണിക്കുന്നത്? അമ്മയ്ക്കറിയില്ല ഞാൻ എത്ര നാൾ കൂടിയിട്ടാണെന്നറിയോ ഇങ്ങനെ ഒന്ന് ഉറങ്ങുന്നത്. അച്ഛൻ എണീറ്റില്ല. അച്ഛൻ കുളിയും കാപ്പുടിയും കഴിച്ച് പോയിട്ട് മണിക്കൂർ ഒന്നായി. ഇപ്പൊ എസ്റ്റേറ്റിൽ എത്തിക്കാണും. നീ കോളേജിൽ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്ത് സന്തോഷമായിരുന്നോ? ഞാനും വളരെ ആലോചിച്ചിട്ട് അമ്മയെ തീരുമാനിച്ചു. അച്ഛൻ എത്ര നാൾ ഇങ്ങനെ വിശ്രമമില്ലാതെ പണിയെടുക്കും? സത്യത്തിൽ അച്ഛൻ വളരെ ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാ പഠിത്തം മതിയാക്കി എസ്റ്റേറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് വെച്ചു. ആ ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ. ഇവിടെ ഞാനും അച്ഛനും ദിവസവും പ്രാർത്ഥനയാ. നീ പോയി കുളിച്ചിട്ട് വാ. ഇനിയും താമസിച്ച ഇഡ്ഡലിയൊക്കെ ഐസ് പോലായി പോകും. അമ്മയെ ഞാനിന്ന് പുഴയിൽ പോയി കുളിക്കാം. എത്ര നാളായി പുഴയൊക്കെ കണ്ടിട്ട്. എടാ കുഞ്ഞെ, കടവെല്ലാം തെന്നി കിടക്കുക. സൂക്ഷിച്ചു വേണേ. നീ അയ്യപ്പനെ കൂടെ കൂട്ടിക്കണോ? അമ്മയൊന്ന് മാറിക്കേ. എന്താടാ? അല്ല, വയസ്സുകാലത്ത് അമ്മയാണോ ഇമ്മാതിരി പണിയൊക്കെ ചെയ്യുന്നത്? ഇതാടാ എന്റെ ആരോഗ്യം. അല്ലെങ്കിൽ ഈ ജോലിയൊക്കെ ചെയ്യാൻ ഒരാളെ നിർത്താൻ മേലഞ്ഞിട്ടാണോ? വേണ്ട 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 വേണ്ട, വേലയൊന്നും വേണ്ട. അമ്മയെ കൊണ്ട് മാറിക്കേ. അങ്ങോട്ട് മാറിക്കേ. എന്താണ് എടാ, നീ വലിയ ആളായിട്ടേ പഴക്കമില്ലാതെ ജോലി വല്ലതും ചെയ്താൽ വല്ല പനിയോ വല്ലതും പിടിക്കും. ഞാൻ പറഞ്ഞേക്കാം. ഒരു ചുക്കും സംഭവിക്കത്തില്ല. നല്ല ഉരുക്ക് പോലത്തെ ശരീരമാണ്. അതിരിക്കട്ടെ, അമ്മ എന്താ ഒരു വേലക്കാരി നിർത്താത്തത്? അടുക്കള പണിക്ക് ആരെ നിർത്താൻ എനിക്കിഷ്ടമല്ല. അത് ശരി. അമ്മയെ കൊണ്ട് പണിയെടുക്കാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ പറയുന്നു. അടുക്കളപ്പണിക്ക് വേലക്കാരിയെ നിർത്തത്തില്ല എന്ന് അമ്മയും പറയുന്നു. ആ നിലയ്ക്ക് ഏക പരിഹാരം എത്രയും വേഗം ഞാൻ ആ സാഹസം ചെയ്യുക എന്നുള്ളതാണ്. സാഹസം ചെയ്യേ? എന്തുവാണ് നീ പറയുന്നത്? അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ പോടാ. എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അത് വെറുതെ. അമ്മയ്ക്കറിയാം. അറിയത്തില്ല എന്ന് അമ്മ ഭാവിക്കുക. അല്ല, എനിക്ക് വയസ്സ് എത്രയാണെന്നറിയോ? 28. അതിനിപ്പോ എന്ത് വേണം? 28 വയസ്സായ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ അമ്മയെ പണിയൊക്കെ എടുക്കാന്ന് വെച്ചാല് പിന്നെ നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അയ്യോ അമ്മേ, എന്ന് ഞാൻ തുറന്നങ്ങ് പറഞ്ഞേക്കാം. ഈ വീട്ടിലൊരു പിഞ്ചുകാലം ഓടി നടക്കുന്നത് കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? ആഹാ, എടാതങ്ങ് തുറന്നു പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നില്ലേ? ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്താ ഫലം? തോന്നണ്ടവർ കൂടെ തോന്നണ്ടേ? അമ്മയുടെ ആ ദുഃഖം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ കല്യാണം ഒന്ന് സാഹസം അങ്ങ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ? പെണ്ണിനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജാതിയാ, കാണാനും തെറ്റില്ല. പക്ഷെ നമ്മുടെ പോലെ പണമില്ലാന്ന് മാത്രം. എന്റെ പൊന്നു കുഞ്ഞെ, ഏത് ജാതിയായാലും വേണ്ടിയില്ല. നീ ഒന്ന് കല്യാണം കഴിച്ച് കണ്ടേച്ചാ മതി. അമ്മ, ഞാൻ പറയുന്ന മുഴുവൻ. എടാ നീ പോടാ, എനിക്കിവിടെ ജോലിയുണ്ട്. നീ പോ. അല്ല പിന്നെ അല്ല, നമ്മുടെ ചെറുക്കന്റെ കാര്യം ഞാൻ ആലോചിക്കായിരുന്നേ. ഇന്നവൻ എന്നോട് ചോദിക്കുക, ഈ വീട്ടിലൊരു പിഞ്ചുകാല് കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ലെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്തോ പറയാന്? അയ്യോ കഷ്ടം. ഇതാ ഞാൻ പറയുന്നത് നിനക്ക് ബുദ്ധിയില്ലെന്ന്. എന്താ? ഇടി ഉടനെ പറയണ്ടേ? നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കാതിരിക്കത്തക്ക വണ്ണം അവന്റെ അച്ഛനധികം പ്രായമൊന്നും ആയിട്ടില്ല. ചുമ്മായിരുന്നേ. അവൾക്ക് പണ്ട് മുതൽക്കേ മെഡിസിൻ പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഒരു വിവാഹം കഴിഞ്ഞാൽ അവളുടെ കാര്യം സ്വസ്ഥമായി. പക്ഷെ ഗണേശനോ? അയ്യോ കുഞ്ഞെ, ഇതൊരു പ്രശ്നമേ അല്ല. അതോർത്ത് മനസ്സ് വിഷമിക്കാൻ വേണ്ട. കുട്ടിയെ മനസ്സിലായോ? കുട്ടിയെ അറിയാം, ആ വീട്ടുകാരെ അറിയാം. ആ വീട്ടിലേക്ക് കല്യാണം ആലോചിക്കുന്ന സ്വന്തം ചേട്ടനാ. എന്റെ പേര് ബേബി എന്ന് പറയും. ബിസിനസ് എസ്റ്റേറ്റ് ഒക്കെ നോക്കി കഴിയാന്ന് പറയും. അവർക്ക് പണവും പ്രതാപവും ഒന്നും പ്രശ്നമല്ല. ഞാൻ തന്നെ അതൊക്കെ ഓർത്ത് 3-4 നല്ല ആലോചന കൊണ്ട് ചെന്നതാ. പിന്നെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച പെണ്ണു കാണാൻ പോകേണ്ട കാര്യമുള്ളൂ. ഇങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്നൊരു സംബന്ധം ഉണ്ടാകുന്ന വെച്ചാൽ അവർ മഹാഭാഗ്യമായിട്ട് ഏറുകരുത്. എന്നാ ഞാനങ്ങോട്ട് ഓർത്തോ. ബേബി എന്നാ പേര്. അച്ഛൻ വലിയ ബിസിനസ്സുകാരനാ. മോനും ബിസിനസ് ഒക്കെ നോക്കി കഴിയുക. എന്തോ പഠിത്തമുണ്ട്? കോളേജ് പഠിത്തമൊക്കെ ബിസിനസ്സുകാരനും മതിയാക്കി നിൽക്കുക. അല്ലെങ്കിൽ അവർക്കൊക്കെ എന്തിനാ പഠിപ്പ്? ആ വീടൊന്ന് കണ്ടാ മതിയല്ലോ. അച്ഛനും അമ്മയ്ക്കും കൂടി ഒരൊറ്റ മകനാ. PK നായരും ഞാനും കേട്ടിട്ടുണ്ട്. ഞായറാഴ്ച അവര് പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ആ കുഞ്ഞിന് ഇഷ്ടപ്പെടേണ്ട കാര്യമേ ഉള്ളൂ. ഏതായാലും വരട്ടെ. അപ്പൊ ഞാനങ്ങോട്ട്. അമ്മേ, അമ്മേ, എന്തോ നാടാ അമ്മേ അമ്മേ. ഇതുപോലൊരു സുന്ദരം ചെറുക്കനെ അവർക്ക് കണി കാണാൻ കിട്ടുമോ അമ്മേ? മതി മതി പൊങ്ങച്ചൻ പറഞ്ഞത്. രാഹുകാലത്തിന് മുമ്പ് എന്നോ അല്ലെ അച്ഛൻ ബഹളം ഉണ്ടാക്കും. ചെല്ല്, മതി നോക്കിയത് ചെല്ല്. ഇനിയുള്ള കാലം ബിസിനസ് തന്നെയാണ് നല്ലത്. ഒന്നുകിൽ ജോലിക്കെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. പിന്നെ സാമർഥ്യം ഉണ്ടെങ്കിൽ ഉയർന്നു വരികയും ചെയ്യാം. കുട്ടി ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അവളുടെ കാര്യം പറഞ്ഞ ബഹു രസമാ. മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്നു. പിന്നെ കുറേശ്ശെ പാടും.
അപ്പോ ഈ കൂവാനും ബഹളം വെക്കാനും കുറെ നാറുകൾ എല്ലാ പ്രദേശത്തും ഉണ്ടായിരുന്നു വരുമല്ലോ. നോ താങ്ക്സ്. അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ പഠിത്തം നിർത്തി പോന്നതാ. അവൾ ശാസ്ത്രീയമായിട്ട് തന്നെ സംഗീതം അഭ്യസിച്ചിട്ടുള്ളവളാ. അവളുടെ തള്ളയും പാടും. പിന്നെ ഞാനും ചെറുപ്പത്തിലെ സാമാന്യം ഭേദപ്പെട്ട ഒരു പാട്ടുകാരനായിരുന്നു. അങ്ങനെ പരമ്പരാഗതമായിട്ട് തന്നെ ഞങ്ങൾ പാട്ടുകാരാ. ചെല്ലുമോളെ. ഇതാണ് പെൺകുട്ടി, നല്ലോണം കണ്ടോളൂ. പിന്നെ പഴയ കാലമൊന്നും അല്ലല്ലോ, അവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനൊക്കെ കാണും. നമുക്കൊന്ന് പുറത്തേക്ക് മാറിക്കൊടുക്കാം. മിസ്റ്റർ ഗണേഷ്, നിങ്ങൾ എന്നെ ഇത്രത്തോളം പിന്തുടരുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇവിടെ വെച്ച് അപമാനിക്കാം, എന്റെ പഴയ വൈരാഗ്യങ്ങളൊക്കെ തീർക്കാം. പക്ഷേ ഞാനത് ചെയ്യില്ല. എന്റെ പാട്ട് നിങ്ങൾക്ക് ബോറാണെന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മുഖം കാണുന്നതും എനിക്ക് ബോറാണ്. ദയവായി ഇതിൽ നിന്നും പിന്തിരിയുക. ഞാൻ മറ്റു വല്ല കാരണങ്ങളും പറഞ്ഞോളാം. കഴിഞ്ഞതെല്ലാം ഇവരറിയാതിരിക്കുന്നതാണ് നല്ലത്. ബൈ.